ഹായ് ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എല്ലാവരും സുഖമായിരിക്കും വിശ്വസിക്കുന്നു കേട്ടോ. അപ്പോൾ ഇതുപോലൊരു വീഡിയോ ചെയ്തിട്ട് കുറച്ച് ദിവസങ്ങളായി. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളായിട്ട് കുറച്ച് വിശേഷങ്ങൾ പറയാലോ എന്ന് കരുതിയിട്ടാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോ ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് കേട്ടോ. ആദ്യം തന്നെ ഞാൻ പറയട്ടെ, നിങ്ങൾ ഈ വീഡിയോ കാണുന്ന എല്ലാവരും മാക്സിമം ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ കമന്റ്സ്, അഭിപ്രായങ്ങൾ മസ്റ്റായിട്ട് എഴുതി അറിയിക്കുക കേട്ടോ. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഒരുപാട് കൂട്ടുകാർ എൻ്റെ വീഡിയോ കാണുന്നുണ്ട്. അപ്പോൾ മാക്സിമം നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്തിട്ട് കൂടി എൻ്റെ വീഡിയോക്ക് നിങ്ങൾ കട്ട സപ്പോർട്ട് ചെയ്യുക കേട്ടോ. എന്താണ് നിങ്ങളുടെയൊക്കെ വിശേഷങ്ങൾ? മക്കളുടെ സ്കൂള് ആ ഒരു 10 ദിവസത്തിന്റെ അവധിയൊക്കെ കഴിഞ്ഞു, സ്കൂളിലേക്ക് വീണ്ടും പോയിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ. അപ്പോൾ അവധിക്ക് നിങ്ങളൊക്കെ ടൂറ് പോയോ എന്താണ് എന്നുള്ളതൊക്കെ ഒന്ന് കമന്റ് ചെയ്തേക്കുക കേട്ടോ. അപ്പോൾ ഞാൻ എങ്ങോട്ടും പോയിട്ടൊന്നുമില്ല, കാരണം എനിക്ക് ഡ്യൂട്ടി ഉണ്ട്, അതുപോലെ തന്നെ കുട്ടികൾ വീട്ടിലുണ്ട്. അങ്ങനെ സാധാരണ നമ്മൾ ചെയ്യുന്ന ജോലികളൊക്കെ ചെയ്ത് വീട്ടിൽ കുട്ടികളാക്കി ഞാൻ വർക്കിന് പോകുന്നു, അത്രേ ഉള്ളൂ കേട്ടോ. ഞങ്ങൾ എവിടെയും കറങ്ങാനോ ഒന്നും പോയിട്ടൊന്നുമില്ല. എന്നുവെച്ചാൽ നമുക്ക് പിന്നീട് ദൂരസ്ഥലങ്ങളിലൊന്നും പോകാൻ പറ്റിയിട്ടില്ലെങ്കിലും അടുത്തുള്ള സ്ഥലങ്ങളിലൊക്കെ കുട്ടികളെ, ഞാൻ മുന്നത്തെ വീഡിയോയിലൊക്കെ പറഞ്ഞതുപോലെ കുട്ടികളെ കാണിച്ചു കൊടുക്കണം എന്നൊക്കെ ഉണ്ട്. അപ്പോൾ അത് നമുക്ക് വഴിയേ ഉള്ള വീഡിയോസിലൊക്കെ അത് കാണാം കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ ചുറ്റുപാടും തന്നെ ഒരുപാട് സ്ഥലങ്ങൾ കാണാനും കുട്ടികൾക്കായിട്ട് ഒരുപാട് അനുഭവങ്ങൾ അനുഭവിച്ചറിയാനൊക്കെ ഉണ്ടാവും. അപ്പൊ അതൊക്കെ നമുക്ക് വഴിയെ നമുക്ക് കാണിച്ചു കൊടുക്കാം. അപ്പൊ നമുക്ക് എപ്പോഴും ലീവുള്ള ദിവസം പോവാനോ വരാനോ ഒന്നും പറ്റാറില്ല. എസ്പെഷ്യലി ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് ഡ്യൂട്ടി ഉണ്ട്, അതുകൊണ്ടാണ് കേട്ടോ. പിന്നെ എന്താണ് വിശേഷങ്ങള്? തണുപ്പാണോ ചൂടാണോ? നിങ്ങളുടെ അവിടെയൊക്കെ ഒരുപാട് സ്ഥലങ്ങളിൽ മഞ്ഞാണ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ എൻ്റെ ഉമ്മ പുറത്താണുള്ളത്. ഞാൻ മുന്നേത്തെ വീഡിയോസിനൊക്കെ പറഞ്ഞിട്ടുണ്ട്, ഉമ്മ പുറത്താണ്. അപ്പൊ അവിടെ ഭയങ്കര തണുപ്പാന്ന് പറയലുണ്ട് ഉമ്മ. ഭയങ്കര തണുപ്പ് എന്ന് പറഞ്ഞാൽ ഭയങ്കര തണുപ്പ്. ഗ്ലൗസ് ഒക്കെ ഇട്ട് കഴിഞ്ഞാലും കൈ മരവിച്ച് പോകുന്നത്ര തണുപ്പുണ്ടെന്നെല്ലാം പറയലുണ്ട്. അപ്പം പ്രായമുണ്ട് ഉമ്മക്കും, ജോലിന്റെ ആവശ്യത്തിനായിട്ട് പോയതാണ്. അപ്പോൾ അതിലൊക്കെ കേൾക്കുമ്പോൾ ഭയങ്കര സങ്കടമുണ്ട്. കാരണം ഉമ്മക്ക് ഓൾറെഡി മുട്ടുവേദനയൊക്കെ ഉള്ളത്. നമുക്ക് ഈ നാട്ടിലുണ്ടാവുന്ന സമയത്ത് തന്നെ തണുപ്പും കാര്യങ്ങളൊക്കെ വരുമ്പോൾ മുട്ടിനും ഒക്കെ ആയിട്ട് നല്ല വേദന വരുന്നതാണ്. അപ്പൊ അങ്ങനെ ഉണ്ടാവുമ്പോൾ ഇപ്പൊ ദൂരത്താണ്, ആരെ കാണാനൊന്നുമില്ല, അങ്ങനെയുള്ള സമയങ്ങളിൽ ഇങ്ങനെ പറയുമ്പോൾ ഭയങ്കര വിഷമമുണ്ട് കേട്ടോ. അപ്പൊ അതുപോലെ നിങ്ങളുടെ ആരെങ്കിലും ഇതുപോലെ റിലേറ്റീവ്സ് കാര്യങ്ങളോ പുറത്തുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അവരിതുപോലെ വിഷമങ്ങൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്തേക്കട്ടോ. കാരണം ഒരുപാട് മിസ്സിങ് ആണ് നമ്മുടെ ഉമ്മ ഇവിടെ ഇല്ലാത്തതുകൊണ്ട്. നമ്മുടെ അവസ്ഥ അങ്ങനെയുള്ള ഒരു അവസ്ഥ ആയതുകൊണ്ടാണ് ഉമ്മ പുറത്തേക്ക് പോകാനുള്ള സാഹചര്യം ആയത്. അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ കൂടെ നമ്മുടെ ഉമ്മ ഉണ്ടായേനെ. എൻ്റെ ഇവിടുത്തെ കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യങ്ങളാണ് ഞാൻ വീഡിയോയിലൂടെ കാണിച്ചു തരുന്നത്. അതായത് എൻ്റെ ചെടികള്, എൻ്റെ മക്കള്, എൻ്റെ വീട്ടിലെ കുറച്ച് വിശേഷങ്ങള്, ഞാൻ ഡ്യൂട്ടിക്ക് പോകുന്ന കാര്യങ്ങളിൽ കുറച്ച് ആ ഒരു സമയത്ത് ഉണ്ടാകുന്ന സംഭവങ്ങളൊക്കെ ചേർത്തിണക്കിയിട്ടുള്ളതാണ് എൻ്റെ വീഡിയോയിൽ ഞാൻ കൊണ്ടുവരുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടോ, അല്ലെങ്കിൽ ഞാൻ ഏത് തരം വീഡിയോസ് ചെയ്യുന്നതാണ് നിങ്ങൾക്ക് താല്പര്യം എന്നൊക്കെ മാക്സിമം പറ്റുമെങ്കിൽ നിങ്ങൾ അതൊന്ന് കമന്റ് ആയിട്ട് എഴുതി അറിയിക്കാം കേട്ടോ. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ മെയിനായിട്ട് ഒരു കാര്യം ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് മറ്റൊന്നുമല്ല കേട്ടോ. നമുക്ക് നമ്മുടെ വീട്ടിൽ, നിങ്ങളുടെ എല്ലാവരുടെ വീട്ടിലുണ്ടാവും, നമുക്ക് ഒരുപാട് പാത്രങ്ങളും കാര്യങ്ങളൊക്കെ നമ്മൾ ആഗ്രഹിച്ച് വാങ്ങി അതിന്റെ സ്റ്റൈലും കാര്യങ്ങളും ഒക്കെ കണ്ട് വാങ്ങിയിട്ട് നമ്മുടെ വീട്ടിലൊരു മൂലക്കോട്ട് കൊണ്ടുവെക്കും അല്ലെ. അപ്പൊ അതെന്തിനാ കൊണ്ടുവെക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല്, ശരിക്കും നമുക്ക് ഇഷ്ടപ്പെട്ടിട്ട് നമ്മളൊരു കാര്യം വാങ്ങിക്കഴിഞ്ഞാൽ അത് നമുക്ക് കൂടി യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കുമല്ലോ അല്ലേ. പക്ഷെ നിങ്ങളുടെ എല്ലാവരുടെയും വീട്ടിലുള്ളത് പോലെ തന്നെയാണ് എൻ്റെ വീട്ടിലുള്ള അവസ്ഥയും. കാരണം നമ്മൾ അത്രയും പ്രീഷ്യസ് ആയിട്ട് വാങ്ങി, അത്രയും വില കൊടുത്ത് വാങ്ങി, അല്ലെങ്കിൽ ആ ഒരു ഭംഗി കണ്ടിട്ട് വാങ്ങിക്കഴിഞ്ഞാൽ അത് നമ്മൾ പെട്ടെന്നൊന്നും എടുക്കൂല. ആ ഒരു അലമാരയുടെ ആ ഒരു മൂലക്കോട്ട് വെക്കും. എന്തിനാ? വരുന്ന ഗസ്റ്റുകൾക്ക് കൊടുക്കാനായിട്ട്. അപ്പൊ അങ്ങനെ ഒരുപാട് പാത്രങ്ങൾ നമ്മുടെ വീട്ടിലുണ്ട് കേട്ടോ. ഒരുപാട് എന്ന് പറയുമ്പോൾ വലിയ കാശ് കൊടുത്ത് വാങ്ങിയൊന്നല്ല, നമുക്ക് ഗിഫ്റ്റ് ആയിട്ട് കിട്ടിയതുണ്ട്. അപ്പം കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പം അവിടുന്ന് കൊണ്ടുവന്ന ഒരുപാട് പാത്രങ്ങളുണ്ട്. പിന്നെന്താ, നമ്മൾ ഈ എന്തെങ്കിലും ഫംഗ്ഷനോ കാര്യങ്ങളൊക്കെ വരുമ്പോൾ അതിന് വേണ്ടിയിട്ട് വാങ്ങി, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഭംഗി കണ്ടിട്ടൊക്കെ വാങ്ങിയിട്ട് വെച്ച പാത്രങ്ങളിലുണ്ട്. അപ്പൊ അതൊന്നും നമ്മൾ യൂസ് ചെയ്തിട്ടില്ല. യൂസ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ ആരെങ്കിലും വരുമ്പോൾ എടുക്കും, അവരുടെ മുന്നിലായിട്ട് സെർവ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ അത് കഴുകിയിട്ട് അങ്ങ് എടുത്തു വെക്കുകയും ചെയ്യും. അല്ലാതെ നമ്മളത് യൂസ് ചെയ്യുന്നില്ല. അപ്പൊ അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളാണ് കേട്ടോ. അപ്പൊ അതെന്തൊക്കെയാണ് ഏതൊക്കെയാണെന്നൊക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ മാക്സിമം ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക. ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ കമന്റ് ഫീഡ്ബാക്ക് ആയിട്ട് എഴുതി അറിയിക്കുക. സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ മാക്സിമം നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കുക. അതുപോലെ തന്നെ
വീഡിയോ കംപ്ലീറ്റ് വാച്ച് ചെയ്യുക കേട്ടോ, സ്കിപ്പ് ചെയ്യാതെ വാച്ച് ചെയ്യുക. എന്തായാലും നിങ്ങൾക്കും ഇങ്ങനത്തെ ഒരു അനുഭവങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ മാക്സിമം കമന്റ് ചെയ്തേക്ക് കേട്ടോ. ഓക്കെ, നമുക്ക് ആ വീഡിയോ ഒന്ന് കണ്ടിട്ട് വന്നാലോ. അപ്പൊ ഞാൻ പറഞ്ഞല്ലോ ഒരുപാട് സംഭവങ്ങൾ നമുക്ക് കാണിച്ചു തരാനൊക്കെ ആയിട്ടുണ്ട് എന്നുള്ളത്. അപ്പോ ഞാൻ പറഞ്ഞുതരാം ഇതൊക്കെയാണ് സംഭവങ്ങൾ. നിങ്ങൾ ഓൾറെഡി വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ടാവും, ഇതൊക്കെ എവിടുന്ന എന്താന്നൊക്കെ കണ്ടിട്ടുണ്ടാവും. പക്ഷെ കാണാത്ത കുറച്ച് സാധനങ്ങളും കൂടി ഉണ്ട് കേട്ടോ. ഇത് മാത്രമൊന്നുമല്ല, ഇനിയും നമുക്ക് ഒരുപാട് പ്രൊഡക്റ്റ് കാണിച്ചു തരാനുണ്ട്. അതായത് നമ്മൾ വാങ്ങിയിട്ട് ഇതുവരെയായിട്ട് യൂസ് ചെയ്യാത്തത്, അല്ലെങ്കിൽ യൂസ് ചെയ്തിട്ട് പെട്ടെന്ന് തന്നെ നമ്മൾ എടുത്തു വെക്കുന്നത്, അതായത് ഗസ്റ്റിന് മാത്രമായിട്ട് യൂസ് ചെയ്യുന്ന സംഭവങ്ങളെല്ലാം കേട്ടോ. അപ്പോൾ ഇപ്പോൾ വന്നിട്ട് ഞാൻ കാണിച്ചു തരാൻ വേണ്ടി പോകുന്നത് അതിൽ കുറച്ച് കാര്യങ്ങളാണ് കേട്ടോ. അത് എന്തൊക്കെയാണെന്ന് കാണിച്ചു തരാം. അപ്പോൾ നിങ്ങളുടെ വീട്ടിലും ഇതുപോലെ ഒരുപാട് കാര്യങ്ങൾ സൂക്ഷിച്ചിട്ട് അലമാരയിലൊക്കെ വെച്ചിട്ടുണ്ടാവും അല്ലേ. ഗസ്റ്റൊക്കെ വരുമ്പോൾ അവരുടെ മുന്നിൽ വെക്കാനൊക്കെ ആയിട്ട്, അല്ലെങ്കിൽ ഷോക്കേസിൽ മാത്രം ഒതുങ്ങി കൂടാനായിട്ടൊക്കെ ഓരോ പാത്രങ്ങൾ നമ്മൾ കണ്ട് ആഗ്രഹിച്ച് അതിൻ്റെ വില ഒന്നും നോക്കാതെ ഒരുപാട് കാര്യങ്ങൾ വാങ്ങി വെച്ചിട്ടുണ്ടാവും അല്ലേ. അപ്പോൾ അതിങ്ങനെയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ട് കമൻറ്റ് എഴുതി അറിയിക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് ഓരോ പെട്ടികളായിട്ട് ഓപ്പൺ ചെയ്ത് നോക്കിയാലോ. ഈ ഒരു ബോക്സിൽ വന്നിട്ട് നല്ലൊരു കോഫി കപ്പാണ് കേട്ടോ. ഈ ഒരു കോഫി കപ്പ് നമുക്ക് നമ്മൾ ഫസ്റ്റ് ടൈം വാങ്ങിയിട്ടുള്ളതാണ്. കാരണം ഒരുപാട് സ്ഥലങ്ങളിൽ ഇതുപോലത്തെ സംഭവങ്ങൾ യൂസ് ചെയ്യുന്നതായിട്ട് കണ്ടിട്ടുണ്ടായിന്. അപ്പോൾ അതുകൊണ്ട് ഇത് പ്ലെയിൻ ആയിട്ടുള്ള കോഫി കപ്പാണ് കേട്ടോ. ഇങ്ങനെ ഒരു ഹാൻഡിലൊക്കെ വന്നിട്ടുള്ളത് പ്ലെയിൻ ആയിട്ടുള്ള ഒരു കോഫി കപ്പാണ്. അപ്പോൾ ഇതിൽ 6 എണ്ണമാണ് ഉണ്ടായിട്ടുണ്ടായത്. 3 എണ്ണം നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്, 3 എണ്ണം പെട്ടിയിലുണ്ട്. അപ്പോൾ പോകെ നമുക്ക് ആരെങ്കിലും വീട്ടിൽ വരികയാണെന്നുണ്ടെങ്കിൽ ഇതിൽ നിന്ന് എടുക്കാം, അല്ല അത് നമുക്ക് യൂസ് ചെയ്യാനാണെന്നുണ്ടെങ്കിൽ അങ്ങനെ യൂസ് ചെയ്യാമെന്ന് കരുതിയിട്ട് 3 എണ്ണം നമ്മൾ ഇപ്പോൾ യൂസ് ചെയ്യുന്നുണ്ട്, 3 എണ്ണം ഇതിനകത്തും ഉണ്ട് കേട്ടോ. അപ്പോൾ കുട്ടികൾക്ക് നമ്മൾ ഇത് എടുത്തിട്ടില്ല, കാരണം ചില്ലല്ലേ, കുറച്ചൊരു പെട്ടെന്ന് പൊട്ടും എന്നുള്ളൊരു ടൈപ്പ് പോലെ ഒരു സംഭവം ആയതുകൊണ്ട് കുട്ടികൾക്ക് ഇതെടുത്തില്ല. കുട്ടികൾക്ക് പകരം ഇപ്പോൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മുടെ മിറാ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നമ്മൾ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് നമുക്ക് നല്ല അടിപൊളി സെറാമിക് കൊച്ചു കപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല ക്യൂട്ടാണ്. അപ്പോൾ ആ ഒരു 2 കപ്പാണ് കുട്ടികൾക്ക് ഇപ്പോൾ ഞാൻ കോഫിക്ക് കൊടുക്കാനായിട്ട് യൂസ് ചെയ്യുന്നത് കേട്ടോ. കോഫി അല്ല, ചായയാണ് സെർവ് ചെയ്യുന്നത്. അപ്പോൾ അതിൽ അവർക്കായിട്ട് യൂസ് ചെയ്യുന്നത് ആ 2 കപ്പാണ് കേട്ടോ. അപ്പോൾ ഇതാണ് ഈ ഒരു കപ്പിൻ്റെ വിശേഷം. ഇനി നെക്സ്റ്റ് നമുക്ക് നോക്കേണ്ടത് ഈ ഒരു സംഭവം വന്നിട്ട് നമുക്ക് നമ്മുടെ സ്വിസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് കളിപ്പറമ്പയിൽ പോയപ്പോൾ കിട്ടിയ ഒരു സംഭവമാണ് കേട്ടോ. നല്ല അടിപൊളി സംഭവമാണ്. എനിക്കിഷ്ടപ്പെട്ടു, കാരണം അത്രയും ഡിസൈനും ഒക്കെ ആയിട്ട് വന്നിട്ടുള്ള ഒരു സംഭവമാണ്. ഈ ഒരു ബൗൾ കണ്ടോ. ആ ഒരു ബൗളിൻ്റെ അത്രയും നല്ലൊരു ഡിസൈനും കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ ഞാനത് എടുത്തില്ല. കാരണം ആരെങ്കിലും വീട്ടിൽ ഗസ്റ്റ് കാര്യങ്ങളൊക്കെ വരുമ്പോൾ എടുക്കാമെന്ന് കരുതിയിട്ട് അങ്ങനെ ഇവിടെ വെച്ചിട്ടുള്ളത്. നമ്മൾ അത്രയും ഒരുപാട് പാത്രങ്ങളൊന്നും കിച്ചണിൽ അങ്ങനെ വെറുതെ സ്റ്റോർ, കാരണം ഒന്നാമത് നമുക്ക് ആ ഒരു ഷെൽഫോ കാര്യങ്ങളൊന്നും അടിച്ചിട്ടില്ല, ക്യാബിനറ്റ് അങ്ങനെ ഒന്നും അടിച്ചിട്ടില്ല കേട്ടോ. നമ്മുടെ കൗണ്ടർ ടോപ്പ് മാത്രമേ ഉള്ളൂ. അപ്പോൾ അവിടെ തന്നെ നമ്മളൊരു പാത്രം വെക്കുന്ന സ്റ്റാൻഡിലാണ് നമ്മളതൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഒരുപാട് പാത്രങ്ങൾ ഇതുപോലെ അവിടെ കൊണ്ടുവയ്ക്കാൻ നിൽക്കുമ്പോൾ ആ ഒരു കൗണ്ടർ ടോപ്പ് ഫുള്ളാവും. അപ്പോൾ അതുകൊണ്ട് അതൊന്നും എടുത്തിട്ടില്ല. ഇതൊക്കെ ഇങ്ങനെ പെട്ടികളിൽ തന്നെ വെച്ചിട്ട് നമ്മുടെ അലമാരയിൽ അങ്ങ് വെക്കുക ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ വന്നിട്ട് ഈ ഒരു ബൗള് 6 എണ്ണമാണ് കേട്ടുള്ളത്. ഇതും യൂസ് ചെയ്തിട്ടില്ല, വാങ്ങിയതല്ല, കൊണ്ടുവന്നിട്ട് ഇവിടെ വെച്ചതേ ഉള്ളൂ. നല്ല രസമില്ലേ കാണുമ്പോൾ. അപ്പോൾ അങ്ങനെയാണ് ഈ ഒരു രണ്ടാമത്തെ ബോക്സിൻ്റെ കാര്യം കേട്ടോ. പിന്നെ വന്നിട്ടുള്ളത് അടുത്തൊരു അടിപൊളി കോഫി കപ്പാണ്. നേരത്തെ കണ്ടതിനേക്കാളും കുറച്ച് വലിയ ഒരു കോഫി കപ്പാണ് ഇത്. നല്ല ഭംഗിയില്ലേ കാണാൻ. ഇത് കണ്ണൂരിൽ നിന്ന് വാങ്ങിയ കേട്ടോ. കണ്ണൂർ കണ്ടപ്പോൾ വാങ്ങിയതാണ്. ഇതിലും 6 എണ്ണം തന്നെയാണുള്ളത്. ഈ ഒരു ബോക്സിൽ 6 കോഫി കപ്പാണുള്ളത്. ഇതും നമ്മൾ യൂസ് ചെയ്തിട്ടില്ല കേട്ടോ. ഇത് പിന്നെന്താ നല്ല ഭംഗിയുണ്ട് കാണുമ്പോൾ. അപ്പോൾ പിന്നെ ഇപ്പോഴേ കിച്ചണിൽ വെച്ച് കഴിഞ്ഞാൽ അത് വെറുതെ മോശമായി പോകും. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമുക്ക് കബോർഡോ കാര്യങ്ങളോ ഒന്നും ചെയ്തിട്ടുണ്ടായില്ല. അപ്പം അങ്ങനെയെല്ലാം ചെയ്യുന്ന സമയത്ത് ചില്ലൊക്കെ വെച്ച് പിടിപ്പിച്ച് കഴിഞ്ഞാൽ ഇത് നല്ല ഷോ പീസായിട്ടൊക്കെ അവിടെ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നല്ല ഗുമ്മുണ്ടാവും അല്ലേ കാണുമ്പോൾ. അപ്പം അങ്ങനെയൊക്കെ കരുതിയിട്ടാണ് കേട്ടോ ഇത് വാങ്ങിയിട്ടുണ്ടായിരുന്നത്. അപ്പം അങ്ങനെ ഈ ഒരു സംഭവം ഉണ്ട്. ഇതിലും 6 എണ്ണമാണ് വന്നിട്ടുള്ളത്. ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഓൺലൈനായിട്ട് ഒരുപാട് പേര് വാങ്ങാറുണ്ട്. പക്ഷെ നമുക്ക് അതിൻ്റെ ഒന്നും ആവശ്യമില്ല, കാരണം നമ്മൾ പിന്നെ ഓൾറെഡി വാങ്ങി ഇവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്കിപ്പം വലിയ ഫംഗ്ഷനോ കാര്യങ്ങളോ ഒന്നും വീട്ടിൽ വരാനും പോകുന്നില്ല. ഓൾറെഡി അനിയത്തിയുടെ കല്യാണമൊക്കെ കഴിഞ്ഞു, അതിൻ്റെ പാർട്ടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. പിന്നെ നമ്മുടെ മക്കളുടെ ബർത്ത്ഡേ, റിൻ്റെ ബേബിയുടെ ബർത്ത്ഡേ അങ്ങനെയൊക്കെ വരുമ്പോഴാണ് ഇവിടെ എന്തെങ്കിലും ഫംഗ്ഷനോ കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നത്.
ഇത് വന്നിട്ട് നമ്മുടെ നിക്ഷാൻ ഇലക്ട്രോണിക്സ് കണ്ണൂരിൽ നിന്ന് നമുക്ക് ഇട്ടിട്ടുള്ളതാണ് കേട്ടോ. ഈ സെറാമിക്കിൻ്റെ കപ്പ്. ഇതിലും ഈ ഒരു ബോക്സിൽ 6 എണ്ണം വന്നിട്ടുള്ള കപ്പാണ്. ഈ ഒരു ബോക്സിൽ 6 എണ്ണം വന്നിട്ടുള്ള കപ്പാണ്. അപ്പോൾ ഇത് നമുക്ക് കിട്ടിയിട്ടുള്ളത് നമ്മുടെ നിക്ഷാനിൽ മുന്നേ, ഒരു വർഷം മുന്നേ നമുക്ക് നമ്മുടെ ഈ ഒരു ഗ്രൂപ്പ് വൈസ് ആയിട്ട് പ്രോഗ്രാമും കാര്യങ്ങളൊക്കെ അവർ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ കുറച്ച് മത്സരങ്ങളൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. ആ മത്സരങ്ങളിൽ വിൻ ചെയ്തപ്പം കിട്ടിയതാണ് ഇതുപോലെ. ഇതിലും ഇതേ കപ്പ് തന്നെയാണ് കേട്ടോ. വേറൊരു കപ്പും കൂടി ഉണ്ടായിരുന്നു ഡിസൈൻ ഉള്ളത്. അത് നമ്മുടെ ശരീരം അപ്പം റിപ്പീറ്റഡ് ആയിട്ട് കാണിക്കണ്ടല്ലോ എന്ന് കരുതിയിട്ടാണ് ഈ ഒരു 3 ബോക്സ് നമുക്ക് നിക്ഷാൻ ഇലക്ട്രോണിക്സിന് കിട്ടിയിട്ടുള്ളതാണ് കേട്ടോ. അപ്പൊ അങ്ങനെ കപ്പുകൾ ഇപ്പോൾ ഓൾമോസ്റ്റ് 4 പെട്ടി കപ്പ് ഞാനിപ്പോൾ ഓൾറെഡി ഞങ്ങൾക്ക് കാണിച്ചു തന്നു കേട്ടോ. 4 ബോക്സ് കപ്പ് കാണിച്ചു തന്നു. അപ്പോൾ വഴിയെ നമുക്കതൊക്കെ യൂസ് ചെയ്യാമെന്ന് കരുതിയിട്ടാണ് ഇപ്പോൾ അതൊന്നും എടുക്കാണ്ട് നിൽക്കുന്നത്. പിന്നെ ഞാൻ കാണിച്ചു തരാൻ വേണ്ടി പോകുന്നത് ഇത് നമ്മുടെ ഉമ്മ കഴിഞ്ഞ പ്രാവശ്യം ഗൾഫിൽ നിന്ന് വരുമ്പോൾ കൊണ്ടുവന്നിട്ടുള്ള സംഭവമാണ് കേട്ടോ. ഈ ഒരു സംഭവം വന്നിട്ട് നമുക്ക് ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ ഇതുപോലെ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സംഭവമാണ്. ഇത് സെറാമിക്കിലാണ് വരുന്നത്. ഇതിൻ്റെ സ്റ്റാൻഡും കാര്യങ്ങളൊക്കെ ഇതിനകത്ത് ഉണ്ട്. ഇത് ഞാൻ ഫിറ്റ് ചെയ്ത് കാണിച്ചു തരാം കേട്ടോ. ഞാൻ വീഡിയോ എടുക്കാനുള്ള സ്ഥലം പരിമിതികൾക്കുള്ളിലായതുകൊണ്ട് നിലത്താണ് ഇരുന്നിട്ടുള്ളത്. ക്യാമറ ദൂരത്ത് വെച്ചിട്ടാണ് ഷൂട്ട് ചെയ്യുന്നത് കേട്ടോ. പിന്നെ എൻ്റെ റിംഗ് ലൈറ്റും കാര്യങ്ങളൊക്കെ പൊട്ടിപ്പോയിട്ടുണ്ടായിന്. അപ്പോൾ ഞാൻ പറയട്ടെ, ഈ ഒരു സംഭവം നമ്മൾ യൂസ് ചെയ്തിട്ടില്ല കേട്ടോ. യൂസ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ഫംഗ്ഷനോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായില്ല. അപ്പോൾ അതുകൊണ്ട് യൂസ് ചെയ്തിട്ടില്ല. ഇതിൻ്റെ ബൗളും കാര്യങ്ങളൊക്കെ ഇതിൽ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. കൊണ്ടുവന്ന ആ ഒരു ഫസ്റ്റ് ടൈം നമ്മളിതൊന്ന് സെറ്റാക്കി വെച്ച് നോക്കിയതേ ഉള്ളൂ. പിന്നെ നമ്മളിതൊന്നും നോക്കിയില്ല കേട്ടോ. ഇതിൽ വരുന്നത് ഇതുപോലെ സ്റ്റാൻഡും അതുപോലെ തന്നെ ഈ ഒരു റിങ്ങും ഈ ഒരു സ്റ്റിക്കും ആണ് കേട്ടോ. അപ്പം അത് കഴിഞ്ഞ് പിന്നെ നമുക്കുള്ളത് ഈ ഒരു 4 ബൗളാണ്. ഇത് ഞാൻ കാണിച്ചു തരാം. ഓവൽ ഷേപ്പായിട്ടുള്ള ഒരു കപ്പാണ് കേട്ടോ. ഇതിലെ ഉള്ളത് നല്ല സെറാമിക്കിൻ്റെ ഓവൽ ഷേപ്പായിട്ടുള്ള കപ്പാണ്. ഇതിൽ 4ഉം ഇതേ ഡിസൈനിൽ തന്നെയാണ് വരുന്നത്. കപ്പുണ്ട്. ടോട്ടലി 4 കപ്പാണ് ഇതിൽ വരുന്നത്. അപ്പോൾ ഇത് നമുക്കൊന്ന് സെറ്റാക്കി ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ നിങ്ങളുടെ വീട്ടിലുണ്ടെന്നുണ്ടെങ്കിൽ കമൻ്റായിട്ട് എഴുതി അറിയിക്കുക. കാരണം നമ്മൾ ഇതൊക്കെ ആദ്യമായിട്ടാണ് കാണുന്നത്. അപ്പോൾ അത് ഞാൻ നിങ്ങൾക്കും കൂടി കാണിച്ചു തരാമെന്ന് കരുതി. ഇത് പിന്നെ നമ്മളിതാ ഇതുപോലെ ചുറ്റിയിട്ടൊക്കെയാണ് കേട്ടോ വെച്ചിട്ടുണ്ടായത്. ഇനിയിപ്പോൾ ഇതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ വീണ്ടും ഇതെല്ലാം ഒന്ന് സെറ്റാക്കിയിട്ട് എടുത്ത് വെക്കേണ്ട ഒരു പണിയും കൂടി ഉണ്ട്. ഇതിൽ 4 റിങ്ങാണ് കേട്ടോ. നമ്മുടെ ആ പാത്രം സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള 4 റിങ്ങാണ് ഇതിലുള്ളത്. ഇത് ഞാൻ ഫസ്റ്റ് സെറ്റ് ചെയ്ത് കാണിച്ചു തരാം. ആയിട്ടിങ്ങനെ തിരിച്ച് വെക്കണം. ഇനി നമുക്ക് ഈ സ്റ്റാൻഡിലോട്ട് ഇങ്ങനെ ഓരോ ബൗളായിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കാം. ഇതാണ് കേട്ടോ നമ്മളെ ഈ സംഭവം. ഇതിൽ നമുക്ക് നട്ട്സും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ വെക്കാം കേട്ടോ. ടേബിളിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ നല്ലൊരു ഭംഗി ഉണ്ടാവും. അടുത്തത് നമുക്ക് നോക്കാനുള്ളത് ഈ ഒരു സംഭവമാണ് കേട്ടോ. ഇതിലും വന്നിട്ട് നമ്മുടെ ഇതുപോലത്തെ സംഭവങ്ങളൊക്കെ സ്റ്റാൻഡാണ് കേട്ടോ. ഇത് ഉമ്മ കൊണ്ടുവന്നതാണ്. ഇത് നമ്മളിതുപോലെ സെറ്റ് ചെയ്ത് വെച്ച് നോക്കിയിട്ട് വീണ്ടും അങ്ങോട്ടേക്ക് എടുത്ത് വെച്ച സംഭവങ്ങളൊക്കെയാണ്. ഇതിൽ വന്നിട്ട് ഇതാ ഈ ഒരു സ്റ്റാൻഡ് ഇതൊക്കെ തന്നെയാണ് കേട്ടോ ഉള്ളത്. സ്റ്റിക്കും സ്റ്റാൻഡൊക്കെ തന്നെയാണുള്ളത്. ഇത് നമുക്ക് എങ്ങനെ സെറ്റ് ചെയ്യുന്നതെല്ലാം നോക്കാം. ഇതും സെറാമിക്കാണ്. സെറാമിക് പാത്രങ്ങളാണ്. ഇതിൽ 3 എണ്ണമാണ് സെറാമിക് പാത്രങ്ങൾ വരുന്നത്. പാത്രങ്ങളാണ് വരുന്നത്. ഇത് ഫിറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കാണിച്ചു തരാം.
ഇതുപോലെ ഇതിനകത്ത് ഈ ഒരു ഞെട്ടിട്ടിട്ട് ഇതിടും. അതിനുശേഷം ഇത് ഫിറ്റ് ചെയ്യും. ഇതാണ് ഫൈനൽ ലുക്ക് ഇങ്ങനെയാണ്. ഇതിൽ നമുക്ക് ഫ്രൂട്ട്സ് എന്തെങ്കിലും പ്രോഗ്രാമോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ ഇതിലിങ്ങനെ സെറ്റ് ചെയ്തിട്ട് നമുക്ക് ഈ ഒരു സ്റ്റാൻഡായിട്ട് വെക്കാം. ഇനി നമുക്ക് നോക്കാനുള്ളത് ലാസ്റ്റ് ആൻഡ് ഫൈനൽ സംഭവങ്ങളാട്ടോ. ഭയങ്കര ഇഷ്ടത്തോടെ നമ്മൾ ഫസ്റ്റ് 2, 3, 4 വർഷങ്ങൾക്ക് മുമ്പേ വാങ്ങിയിട്ടുള്ള കുറേ സംഭവങ്ങളാണ് ഇതെല്ലാം. നമ്മൾ പിന്നെ എന്താ പറയുക, ഡെസേർട്ടും കാര്യങ്ങളൊക്കെ സെർവ് ചെയ്യാനായിട്ട് വാങ്ങിയിട്ടുള്ളതാണ് കേട്ടോ. നല്ല അടിപൊളി വൈൻ ഗ്ലാസ് ആ ഒരു രീതിയിലുള്ള നല്ല അടിപൊളി ക്യൂട്ടായിട്ടുള്ള ഒരുപാട് ഗ്ലാസ്സസ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതെല്ലാമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. അതായത് നമ്മുടെ ഗസ്റ്റിനായിട്ട് അല്ലെങ്കിൽ നമുക്കായിട്ട് ഒരുപാട് കാര്യങ്ങൾ വാങ്ങി വെച്ചിട്ടുണ്ടാവും അല്ലേ. അപ്പോൾ ഇതുപോലെ ഒരുപാട് സംഭവങ്ങൾ നമ്മുടെ വീട്ടിലുണ്ടാവും. അപ്പോൾ അതൊക്കെ ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്തെന്നുള്ളൂ. എല്ലാം സെറാമിക് നല്ല അടിപൊളി ക്വാളിറ്റി സംഭവങ്ങളാണ് കേട്ടോ. ഇതൊക്കെ ഡെസേർട്ടെല്ലാം ഇട്ട് കഴിച്ചു കഴിഞ്ഞാൽ പക്ഷെ നമുക്ക് അതിനുള്ള നേരമൊന്നും ഉണ്ടാവില്ല. കാരണം ഗസ്റ്റ് വന്നു കഴിഞ്ഞാൽ ഇതിൽ നമ്മൾ ഗസ്റ്റ് എന്തെങ്കിലും പ്രോഗ്രാംസോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഫുഡ് ഉണ്ടാക്കാനും അത് സെർവ് ചെയ്യാനെല്ലാം ഭയങ്കര ആഗ്രഹം ഉണ്ടാവില്ല, ഇഷ്ടം ഉണ്ടാവില്ല. അപ്പോൾ അതിനായിട്ട് നല്ല അടിപൊളി ക്യൂട്ടായിട്ടുള്ള പാത്രങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ ഒന്ന് കെങ്കേമായി. അപ്പോൾ ഫൈനലി ഇതാണ്. ഇത് കാണിച്ചു കഴിഞ്ഞാൽ മൊത്തത്തിൽ തവർന്ന പൊടിയായി ഒരുപാടുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ എൻ്റെ വിശേഷങ്ങൾ. അപ്പോൾ എൻ്റെ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, മാക്സിമം നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക കേട്ടോ. ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ അതിൻ്റെ ഫീഡ്ബാക്ക് എനിക്ക് കമൻ്റായിട്ട് എഴുതി അറിയിക്കുക. സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരെ മാക്സിമം സബ്സ്ക്രൈബ് ചെയ്ത് കൂടി സപ്പോർട്ട് ചെയ്യുക. അടുത്തൊരു കിടക്കാച്ച വീഡിയോസ് ആയിട്ട് വരുന്നതായിരിക്കും. ടേക്ക് കെയർ, ബൈ.